സാംസ്കാരിക രാഷ്ട്രീയമാണ്, കൾച്ചറൽ പൊളിറ്റിക്സ്. തൃശ്ശൂർ ഒരു സാംസ്കാരിക മുഖം വേണം. ഈ ഏറ്റവും താഴെത്തട്ടിലുള്ള മനുഷ്യരുടെ പൾസ് ഈ സമയത്തിനുള്ളിൽ മനസ്സിലാക്കാൻ സാധിച്ചു. 10 വർഷത്തെ ഭരണത്തെക്കുറിച്ച് സാധാരണ മനുഷ്യർക്ക് ഒരു പരാതിയില്ല. പക്ഷെ അതിനേക്കാൾ ശക്തമാണ് ഈ ജനകീയ അടിത്തറ. പ്രകടന പത്രികയിലെ മുഴുവൻ വാഗ്ദാനങ്ങളും നിറവേറ്റിയ ഒരു ഗവൺമെന്റാണ്. അതൊരു കെട്ടുകഥയല്ല, അത് അനുഭവമാണ്. അവർ കൺവിൻസ്ഡാണ്. പത്മജ കെ കരുണാകരൻ ലീഡറുടെ മകളാണ്. സാധാരണ മനുഷ്യന്റെ ഒരു നെഗറ്റീവ് പ്രതികരണവും വരാം. പൊതുസ്വീകാര്യത പൊതുവിൽ കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ക്രിസ്തീയ സഭകളുടെ ഒരു പിന്തുണ കുറെ ഭാഗത്ത് കിട്ടുന്നുണ്ട്. രണ്ട് മുന്നണിയും പ്രധാനപ്പെട്ട മുന്നണിയല്ലേ. സുനിൽകുമാർ ഉണ്ടാക്കിയ ആ ഓളം ശക്തമായിട്ട് തൃശ്ശൂരിൽ നിൽക്കുന്നുണ്ട്. ഈ ജില്ലാ ആശുപത്രിയൊക്കെ ഹൈടെക് ആക്കി. KSRTC എത്രയോ കാലത്തെ ശാപമോചനം നേടി എല്ലാ റോഡുകളും ഗതാഗതക്ഷമമാക്കി. അമല തൊട്ട് മണ്ണുത്തി വരെ ഒരു എലിവേറ്റഡ് ഹൈവേ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അധികം അവകാശപ്പെടുന്ന വികസനമൊക്കെ മറ്റുള്ളവർ ചെയ്തതാണ്. നുണപ്രചരണം കൊണ്ടൊന്നും വിജയിക്കാൻ സാധിക്കില്ല. മാനവികതയാണ് എൻ്റെ രാഷ്ട്രീയം. ഈ പ്രസംഗിച്ചത് അത്രയും മാനുഷികതയ്ക്കും മൈത്രിക്കും സ്നേഹത്തിനും വേണ്ടിയാണ്. ഈ മൂന്ന് മുന്നണികളും ടൈറ്റായിട്ടുള്ള ത്രികോണ മത്സരമായതുകൊണ്ട് മോശമല്ലാത്തൊരു ചെറിയ മാർജിനിൽ വിജയിക്കാം. Hi, hello, Namaskar. You're watching KTV India with me, Varsha Venugopal. As you all know, this is our Kerala tour happening because Kerala Assembly election 2026 is approaching, and today is day 5 of ours, and we are in the Thrissur town, and with me is the CPI candidate from LDF, that is Alankur Leela Krishnan sir. Hello sir, Namaskaram. എങ്ങനെ പോകുന്നു സാർ പ്രചാരണമൊക്കെ? സുഖമായിട്ട് പോകുന്നു. ഞാനൊരു എഴുത്തുകാരനാണ് അടിസ്ഥാനപരമായിട്ട്. ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ആയിരുന്നില്ല, കൾച്ചറൽ ആക്ടിവിസ്റ്റ് ആയിരുന്നു. അത് കൾച്ചർ എന്ന് പറഞ്ഞാൽ സാംസ്കാരിക രാഷ്ട്രീയമാണ്, കൾച്ചറൽ പൊളിറ്റിക്സ്. ചെറുപ്പം മുതൽ 10 വയസ്സ് മുതൽ ഞാൻ ഈ കൾച്ചറൽ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് വന്ന ഒരാളാണ്. പക്ഷേ ഇലക്ഷൻ നിൽക്കുന്നൊന്നും വിചാരിച്ചതല്ല. അതെ, അതൊരു അൺഎക്സ്പെക്റ്റഡ് കാൻഡിഡേറ്റ്ഷിപ്പ് ആയിപ്പോയി എല്ലാവർക്കും. നമ്മളെല്ലാവരും പറയുന്ന ഒരു എക്സൈറ്റിംഗ്, ഒരു സർപ്രൈസിങ് എലിമെന്റ് ആയിപ്പോയി സാറിന്റെ കാൻഡിഡേറ്റ്സ്. ലൈക്ക് ബിഫോർ ദിസ് സാറിന്റെ റിയാക്ഷൻ എന്തായിരുന്നു ഇതിൽ ഇറങ്ങാൻ ഒരു ടൈമിൽ? ഞാനത് ആ ദിവസം വരെ അറിയുന്നില്ല. ഞാൻ മറ്റൊരു പരിപാടിക്ക് കാസർഗോട്ടേക്ക് പ്രസംഗിക്കാൻ പോകുമ്പോഴാണ് എന്നെ CPIയുടെ സെക്രട്ടറി ബിനോയ് വിശ്വംസകാവ് വിളിക്കുന്നത്. എൻ്റെ പഴയ സുഹൃത്താണ്. അപ്പം ഞാൻ ചോദിച്ചു, സാംസ്കാരിക കാര്യങ്ങളൊക്കെ വേണ്ട ഇലക്ഷന് വേണം, ഞാൻ വരാൻ വിളിച്ചാൽ പ്രസംഗിക്കാനല്ല, തൃശ്ശൂർ ഒരു സാംസ്കാരിക മുഖം വേണം, ഏകകണ്ഠമായി ആലങ്കോടിൻ്റെ പേര് തീരുമാനിച്ചിരിക്കുകയാണ്, നോ പറയരുത്. പിന്നെ നമുക്ക് നിഷേധിക്കാൻ പറ്റാത്ത വിധം വിശ്വ ഇടതുപക്ഷ പ്രസ്ഥാനം അങ്ങനെ ദൗത്യം ഏൽപ്പിച്ചാൽ അത് ഏറ്റെടുക്കേണ്ട ഒരു ഉത്തരവാദിത്തമുള്ള ആളാണ് ഞാൻ. അങ്ങനെ ഒരു കമ്മിറ്റ്മെൻറ്റ് എനിക്ക് ആ പ്രസ്ഥാനത്തോടുണ്ട്. അങ്ങനെ ഏറ്റെടുക്കേണ്ടി വന്നതാണ്. പക്ഷെ അന്ന് മുതൽക്ക് ഞാനിവിടെ അടിത്തട്ടിലെ മനുഷ്യർക്കിടയിൽ നടന്ന് ജനങ്ങളുമായിട്ട് അടുത്തിടപെടുകയും ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ഞാൻ നിൽക്കുന്ന പ്ലേസിൽ നിന്ന് താഴേക്ക് ഇറങ്ങി ഈ സമയം കൊണ്ട് ആകാവുന്നത്ര, നേരത്തെ ഞാൻ ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ഒരാളാണ്, ഒരു ദന്തഗോപുരവാസിയായിട്ടുള്ള എഴുത്തുകാരനല്ല. അതുകൊണ്ട് എന്ത് പറ്റിച്ചാൽ ഈ ഏറ്റവും താഴെത്തട്ടിലുള്ള മനുഷ്യരുടെ പൾസ് ഈ സമയത്തിനുള്ളിൽ മനസ്സിലാക്കാൻ സാധിച്ചു. അത് തരുന്ന ഒരു കോൺഫിഡൻസ് ഇടതുപക്ഷത്തെ 10 വർഷത്തെ ഭരണം, ഇടതുപക്ഷ സർക്കാരിൻ്റെ 10 വർഷത്തെ ഭരണത്തെക്കുറിച്ച് സാധാരണ മനുഷ്യർക്ക് ഒരു പരാതിയില്ല. അവർ സാറ്റിസ്ഫൈഡാണ്. അവർ ആഗ്രഹിക്കുന്നത് ഇടതുപക്ഷ ഭരണം വരണമെന്നാണ്. പക്ഷെ മീഡിയ പേഴ്സൺസ്, വലിയ സമ്പന്നരായിട്ടുള്ള ആളുകൾ, വേറൊരു വിഭാഗം ആളുകളുടെ ഇടതുപക്ഷത്തിനെതിരെ ഉണ്ട്. പക്ഷേ അതിനേക്കാൾ ശക്തമാണ് ഈ ജനകീയ അടിത്തറ. 10 വർഷം കൊണ്ട് ഏറ്റവും താഴെത്തട്ടിലുള്ള മനുഷ്യരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഗവൺമെൻറ് സാധിച്ചു. പ്രകടന പത്രികയിലെ മുഴുവൻ വാഗ്ദാനങ്ങളും നിറവേറ്റിയ ഒരു ഗവൺമെൻറ്റാണ്. അതിദാരിദ്ര്യമുക്തമായിട്ടൊരു നാടിനെ മാറ്റി എന്നുള്ളതൊരു കെട്ടുകഥയല്ല, അത് അനുഭവമാണ്. അത് അനുഭവിക്കുന്ന ആളുകളാണ് വാസ്തവത്തിൽ അടിത്തട്ടിലെ ജനങ്ങൾ. അവരെ നമ്മളൊന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതില്ല, അവർ കൺവിൻസ്ഡാണ്. അതുകൊണ്ട് ഞാൻ കംഫർട്ടബിളായി. കാരണം വലിയ തോതിൽ നമുക്ക് ബോധവൽക്കരണമൊന്നും നടത്തണ്ട, അവർ ബോധവൽകൃതരാണ്. പക്ഷേ അപ്പോഴും നമ്മൾ നോക്കുമ്പോൾ തൃശ്ശൂരിൻ്റെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ ഒരു ട്രയാങ്കുലർ ഫൈറ്റ് ആണെന്നൊരു അവകാശം എല്ലാവർക്കും ഉണ്ട് ആക്ച്വലി സർ. പക്ഷേ എന്നാലും CPI അല്ലെങ്കിൽ LDFനൊരു മുന്നണി ഉണ്ട് അവിടെ. ആക്ച്വലി ഒരു ഫേവറിറ്റിസം ഉണ്ട് ആൾക്കാർക്ക്. അതിനെക്കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത്? അല്ല, 2 സ്ഥാനാർത്ഥികളും എനിക്ക് പ്രതിയോഗികളായിട്ടുള്ളവരൊക്കെ പ്രബലരാണ്. വിശേഷം പത്മജ കെ കരുണാകരൻ ലീഡറുടെ മകളാണ്. നേരത്തെ കോൺഗ്രസിൻ്റെ ടിക്കറ്റിൽ അവർ 2 തവണ മത്സരിച്ച് പരാജയപ്പെട്ടതാണ്. ഇപ്പോൾ അവർ BJPയുടെ ടിക്കറ്റിലാണ് മത്സരിക്കുന്നത്. അപ്പോൾ അതിലൊരു 2 കാര്യം വരാം. അവർക്ക് ഈ കോൺഗ്രസിൻ്റെയും BJPയുടെയും വോട്ട് കിട്ടാം എന്ന് വരാം. മറ്റൊന്ന്, ഈ മാറ്റം ഉണ്ടാക്കുന്ന ആളുകളുടെ ഒരു പ്രതികരണം ഉണ്ടല്ലോ. 2 തവണ ഒരു ടിക്കറ്റിൽ മത്സരിച്ച ആളും മറ്റൊരു ടിക്കറ്റിൽ വരുമ്പോൾ ഉണ്ടാകുന്ന സാധാരണ മനുഷ്യൻ്റെ ഒരു നെഗറ്റീവ് പ്രതികരണവും വരാം. അതാണ് അവർക്കുള്ളൊരു നെഗറ്റീവ് മാർക്ക്. ആ ഒരു മാർക്കുണ്ട്. പല്ലൻ ഇവിടുത്തെ മേയറൊക്കെ ആയിരുന്ന ഒരാളാണ് കുറിച്ചാൽ. പക്ഷെ എന്താ വെച്ചാൽ അദ്ദേഹത്തിനും ഈ പറഞ്ഞ പോലെ ഈ പൊതുസ്വീകാര്യത പൊതുവിൽ കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പാർട്ടിയുടെയൊക്കെ
അംഗീകാരമുള്ള ആളാണ്. ഒരുപക്ഷെ ക്രിസ്തീയ സഭകളുടെ ഒരു പിന്തുണ കുറേ ഭാഗത്ത് കിട്ടുന്നുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിലും ഏറ്റവും താഴെത്തട്ടിലെ മനുഷ്യരുടെ ഒരു കാഴ്ചപ്പാടുള്ളതിൽ ഞാനിതിൽ രാഷ്ട്രീയമായിട്ടേ കാണുന്നില്ല. അവർ രണ്ടുപേരും നല്ല പ്രബലരായിട്ടുള്ള ആളുകൾ തന്നെയാണ്. ഞാൻ ഒരു മോശക്കാരാണെന്നും പറയുന്നില്ല. രണ്ട് മുന്നണിയും പ്രധാനപ്പെട്ട മുന്നണിയല്ലേ. പണ്ട് ഇവിടെ സുരേഷ് ഗോപി ജയിച്ചൊരു സ്ഥലമായതുകൊണ്ട് NDA മുന്നണിക്ക് അങ്ങനെ ഒരു പേരോട്ടുണ്ട്. ഇവിടെ കോൺഗ്രസിൻ്റെ സീറ്റായിരുന്നു അത്. തേറമ്പിൽ രാമകൃഷ്ണൻ 25 കൊല്ലം 30 കൊല്ലം MLA ആയിരുന്ന സ്ഥലം. സുനിൽകുമാറാണ് ഇത് പിടിച്ചെടുത്തത്. സുനിൽകുമാർ വളരെ വൈബ്രൻ്റായ ഒരു ഇടതുപക്ഷ നേതാവാണ്. അപ്പോൾ സുനിൽകുമാർ ഉണ്ടാക്കിയ ആ ഓളം ശക്തമായിട്ട് തൃശ്ശൂരിൽ നിൽക്കുന്നുണ്ട്. തൃശ്ശൂർ വലിയ വികസനം ഉണ്ടാക്കിയിട്ടുണ്ട് സുനിൽകുമാർ. ഈ ജില്ലാശുപത്രിയൊക്കെ ഹൈടെക് ആക്കി. അവിടെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ, അവയവ മാറ്റ ശസ്ത്രക്രിയയൊക്കെ സൗജന്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 136 കോടി രൂപ ചെലവ് ചെയ്ത് ജില്ലാശുപത്രിയുടെ പുതിയ കെട്ടിടം വരാൻ പോവുകയാണ്. KSRTC എത്രയോ കാലത്തെ ശാപമോചനം നേടി പുതിയ പണി തുടങ്ങുകയാണ്. ലാലൂരിലെ മാലിന്യം കൊണ്ട് നിറഞ്ഞ സ്ഥലം ഇപ്പോൾ മധുരമനോഹര മനോജ്ഞ ലാലൂരാക്കി മാറ്റി. അന്താരാഷ്ട്ര സ്റ്റേഡിയം കൊണ്ടുപോകും. എല്ലാ റോഡുകളും ഗതാഗതക്ഷമമാക്കി. പിന്നെ ആകെ ഒരു പ്രശ്നമുള്ളത് ഇപ്പോൾ ഈ ഗതാഗത കുരുക്കാണ്. അപ്പം ഞാനൊരു മനസ്സിൽ വെക്കുന്ന സംഗതി എന്താ വെച്ചാൽ അമല തൊട്ട് മണ്ണുത്തി വരെ ഒരു എലിവേറ്റഡ് ഹൈവേ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ഈ തൃശ്ശൂർ നഗരത്തിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ പറ്റും. കാരണം ദൂരേക്ക് പോകുന്നവർക്ക് തൃശ്ശൂർ ടച്ച് ചെയ്യാതെ പോകാം. അങ്ങനെ സുനിൽകുമാറും ബാലചന്ദ്രനും നടത്തിയ വികസനങ്ങൾ കൂടെ തുടർച്ച ഉണ്ടാക്കാൻ സാധിച്ചാൽ തന്നെ തൃശ്ശൂരിന് പരാതികളില്ല. പിന്നെ ഞാൻ 2 സ്ഥാനാർത്ഥികളും ചെറുതായി കാണിക്കുന്നില്ല. പക്ഷെ അവർക്ക് 2 തരത്തിലുള്ള പ്രശ്നമുള്ളത്. ഒന്ന് പത്മജയുടെ 2 ഇതാണ്. മറ്റത് പലനോട് വർക്ക് ചെയ്ത കാലത്ത് അധികം അവകാശപ്പെടുന്ന വികസനമൊക്കെ മറ്റുള്ളവർ ചെയ്തതാണ്, അധികം ചെയ്തതല്ല. അപ്പം അത് ജനങ്ങൾ മനസ്സിലാക്കില്ലേ. നുണപ്രചരണം കൊണ്ടൊന്നും വിജയിക്കാൻ സാധിക്കില്ല. നമ്മൾ സത്യം മാത്രമേ പറയുന്നുള്ളൂ. ഈ സത്യം ജനങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ വിജയിക്കാം. സർ പറഞ്ഞു ഒരു സാഹിത്യകാരനും കൂടിയാണ്. പക്ഷെ മറ്റ് പാർട്ടി വിശ്വാസികളും ഓഫ്കോഴ്സ് സാറിൻ്റെ ഒരു ചെറിയ ഫാൻ ബേസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആൾക്കാർ അപ്രോച്ച് ചെയ്ത് കാണുമല്ലോ ഈ ഒരു കാൻഡിഡേറ്റ്ഷിപ്പ് പറഞ്ഞപ്പോൾ. അവരുടെയൊക്കെ റിയാക്ഷൻ എന്തായിരുന്നു? അല്ല, ഞാൻ എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് ഒരു പാർട്ടി പ്രവർത്തകനായിട്ടല്ല പ്രവർത്തിച്ചിട്ടുള്ളത്. എഴുത്തുകാരൻ മിക്കവാറും എല്ലാ വിഭാഗീയതയ്ക്കും അതീതമായൊരു ഹ്യൂമൻ സ്പേസിലാണ് നിൽക്കുന്നത്. മാനവികതയാണ് എൻ്റെ രാഷ്ട്രീയം. ഞാനൊരു അടിസ്ഥാനപരമായി മാനവികത രാഷ്ട്രീയം കൊണ്ടു നടക്കുന്ന ആളാണ്. അപ്പോൾ മാനവികതയുടെ രാഷ്ട്രീയത്തിനൊരു മേൽക്കൈ എങ്ങനെയായാലും പൊതുസമൂഹത്തിലുണ്ട്. വായിക്കുന്നവരും അല്ലാത്തവരും എൻ്റെ പ്രഭാഷണങ്ങൾ, ഞാനൊരു 15 വയസ്സ് മുതൽ പ്രഭാഷണ വേദിയിലുള്ള ഒരാളാണ്. എണ്ണമറ്റ പ്രഭാഷണങ്ങൾ ഞാൻ തൃശ്ശൂർ തന്നെ 4.5 പതിറ്റാണ്ടായിട്ട് മുക്കിലും മൂലയിലൊക്കെ ഒന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. ഈ പ്രസംഗിച്ചത് അത്രയും മാനുഷികതയ്ക്കും മൈത്രിക്കും സ്നേഹത്തിനും വേണ്ടിയാണ്. അപ്പോൾ എൻ്റെ ഒരു ഫിലോസഫി ജനങ്ങൾക്കറിയാം. വേറെ അജണ്ടകളൊന്നും ഉള്ള ഒരാളല്ല എന്നുള്ളത് സുതാര്യമായൊരു ജീവിതം കൊണ്ട് ഞാൻ എന്നെക്കുറിച്ചൊരു അവകാശവാദം പറയല്ല. എൻ്റെ ഒരു ജീവിത രീതി അതാണെന്ന് ആൾക്കറിയാം. അപ്പോൾ ആ ആളെ നേരിട്ട് അറിയുന്നവരാണ് അധികം ആളുകൾ. ഏറ്റവും താഴെത്തട്ടുള്ള ആളുകൾക്ക് ഒരു പക്ഷേ സാഹിത്യമായിട്ട് ബന്ധമില്ലാത്ത ആൾക്കേ അറിയാത്തുണ്ടാവുള്ളൂ. അപ്പോൾ ഈ 1 മാസം കൊണ്ട് അവരുടെ അടുത്ത് ചെന്നപ്പോൾ അവർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ നിലയ്ക്ക് പേഴ്സണലി എനിക്ക് രാഷ്ട്രീയാതീതമായ കുറേ വോട്ടുകൾ കൂടി സമാഹരിക്കാൻ സാധിക്കും. സർ, ഇത് ഇത്രയും പ്രാക്ടിക്കലി സർ അനാലിസിസ് ചെയ്ത് നമ്മളോട് പറയുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ശരിയല്ല, എന്നാലും ഞാൻ ചോദിക്കുകയാണ്, എത്ര വോട്ട് % സർ പ്രതീക്ഷിക്കുന്നത്? അല്ല, ഞാൻ അങ്ങനെ ഒരു കാൽക്കുലേഷൻ എടുത്തിട്ടില്ല. ഈ 3 മുന്നണികളും ടൈറ്റായിട്ടുള്ള ത്രികോണ മത്സരമായതുകൊണ്ട് വലിയ മാർജിനിലാവില്ല. ഒരു മോശമല്ലാത്തൊരു ചെറിയ മാർജിനിൽ വിജയിക്കാം. അമിതമായ അവകാശവാദമൊന്നും പറയുന്നില്ല. വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുന്നൊന്നും പറയില്ല. വിജയിക്കും. അതൊരു മോശമല്ലാത്തൊരു ചെറിയ മാർജിനിലായിരിക്കും വിജയിക്കുക. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സമയം തന്നതിൽ. എനിക്കറിയാം ഒരുപാട് ഹെക്ടിക് സ്കെഡ്യൂളിൻ്റെ ഇടയിലാണ് സർ നമുക്ക് സമയം തന്നത്. എന്നാലും താങ്ക് യു സോ മച്ച് സർ. ഓൾ ദി ബെസ്റ്റ് ഇലക്ഷൻസിന് വേണ്ടി. സോ ദറ്റ് വാസ് ദി LDF candidate Alankot Leelakrishnan sir. He was telling about that in a very he's not expecting or he is not declaring any massive victory, but definitely there's a victory with a decent amount of vote shares over here. And he has some plans. If he wins, he has some plans to elevate the development for the roadside as well. And there are too many things for him. He's not even letting the opposition party candidates letting them down, but he has his own ideology. He has his own practical analysis regarding this election. Anyway, so that was with the candidate of LDF, me, Varsha Venugopal, with camera person Keerthin Gowda, Thrissur, Kerala.